ശ്രീ മൈത്രേയനുമായി ജനകീയ കോടതിയിൽ ഒരു സംവാദം ഉണ്ടായിരുന്നു. ശ്രീ മൈത്രേയൻ പലപ്പോഴും അഹങ്കാരം പറയുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ നല്ല അറിവുള്ളവർ അഹങ്കാരികളായിരിക്കില്ല, അവർ വിനയമുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനോട് വിയോജിക്കുമ്പോഴും ഈ ഡിസ്റെസ്പെക്റ്റോ അല്ലെങ്കിൽ പുച്ഛമോ കാണിക്കാത്തവരായിരിക്കും. ഹാഷ്മിയോടക്കം ഇദ്ദേഹം അവതരിപ്പിക്കുന്ന പല ഇന്റർവ്യൂസിൽ ഈ രീതിയിലുള്ള പുച്ഛം, ബഹുമാനക്കുറവ്, ഡിസ്റെസ്പെക്ട് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് ചിന്താ പദ്ധതികളുണ്ട്. എല്ലാം പരസ്പരം യോജിക്കണമെന്നില്ല. വ്യത്യസ്ത മതങ്ങൾ ഉള്ളതുപോലെ വ്യത്യസ്ത ഐഡിയോളജിയും പ്രത്യയശാസ്ത്രവും ഉണ്ട്. പക്ഷെ ശ്രീ മൈത്രേയന്റെ പാറ്റേൺ അദ്ദേഹത്തെ എതിർക്കുന്നവരെ പുച്ഛിക്കുക, പറയുക. അപ്പൊ ഹാഷ്മിയോട് തന്നെ പറയുന്നുണ്ട് നിനക്ക് വിവരമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് വ്യത്യാസം. ഈ തിരിച്ചറിവാണ് വേണ്ടത്. അദ്ദേഹം പറയുന്നത് എല്ലാം നമ്മൾ ചെയ്യുന്നതിൽ ഒരു നന്മയുമില്ല, മനുഷ്യർക്ക് അടിസ്ഥാനപരമായി നന്മ, മൂല്യം, സഹാനുഭൂതി ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ സെൽഫ് പ്രിസർവേഷൻ സ്ട്രാറ്റജിയാണ്, സ്വയം നിലനിൽക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പൊ ശ്രീ മൈത്രേയന് കൊടുത്തൊരു വളരെ പ്രസക്തമായ മറുപടി. മൈത്രേയനെ പോലെ ഈ ശൂന്യവാദികൾ, ശൂന്യവാദം എന്ന് പറഞ്ഞാൽ ഒന്നിനും നന്മയില്ല, ശരിയില്ല, സത്യമില്ല, ഇതെല്ലാം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവർ, തെറ്റായി വിശ്വസിക്കുന്നവർ, അത് ശരിയല്ല, തെറ്റായി വിശ്വസിക്കുന്നവർക്ക് നമുക്ക് ബഹുമാന പുരസ്സരം ഒരു മറുപടി കൊടുക്കാം. സ്വന്തമായി വീട്ടിൽ 2 കുട്ടികളും അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ ആദിൽ അവിടുത്തെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടുള്ളൂ. സ്വന്തമായ അച്ഛനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അവിടെ നിന്ന് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി, നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ആദിലെ നമുക്ക് മാതൃകയല്ലേ. കല്യാണം കഴിച്ച 6ാം ദിവസം വിധവയായ വ്യക്തിയാണ്. അവരുടെ ഭാര്യയെ, അവരുടെ സ്വന്തം ഭർത്താവിനെ കാട്ടി വലുതല്ലല്ലോ അവർക്ക് കാശ്മീരികൾ. പക്ഷെ ഹിമാൻഷി തന്റെ സ്വന്തം ഒന്നും നോക്കാതെയാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, മുസ്ലിങ്ങൾക്കെതിരെയും കാശ്മീരികൾക്കെതിരെയും ക്യാമ്പയിൻ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ട്. ആ നന്മ എന്ന് പറയുന്ന മഹത്തരമായ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് അവന് തോന്നുന്ന നന്മയല്ല, പകരം ഇതെല്ലാം എന്തെങ്കിലും സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ഗ്രോത്ത് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം ഒരുപാട് അങ്ങനെ നന്മകളുണ്ട്. ഒരമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. മൈത്രേയൻ നന്മ, ദയ, സഹാനുഭൂതി, കാരണം ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളിലേക്ക് എത്തിച്ചേർന്ന് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ അടക്കമുള്ള വിശ്വാസികളോ അല്ലെങ്കിൽ സെന്ററൈറ്റ് നിൽക്കുന്നവരോ അത് മനുഷ്യന്റെ നന്മയായിട്ടാണ്, ആദിലിന്റെ നന്മയായിട്ടാണ്. ഈ തിരിച്ചു ചോദിച്ചോട്ടെ, ആദിലിന്റെ സംഘബോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് സ്വന്തം അച്ഛനെ അമ്മയെ കുറിച്ച് ചിന്തിച്ചില്ല? ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല? ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് മറുപടി ഇല്ല. ആദ്യം മൈത്രേയൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരം ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. അത് അറിവുള്ള പറയുന്നില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് അറിവേ. ഹാഷ്മി ഇടപെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കടുപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ രീതിയിൽ അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടിയില്ല. അതായത് പുള്ളി പറയുന്നത് ആൾക്കാർക്ക് അങ്ങനെ ബേസിക്കലി നന്മയൊന്നുമില്ല, നമ്മൾ സ്വാർത്ഥത കാരണം നമ്മൾ നിലനിൽക്കാനുള്ള സെൽഫ് പ്രിസർവേഷൻ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ആരതി രാമേന്ദ്രൻ സാറിന്റെ മകൾ, അച്ഛൻ മരിച്ചിട്ടും ആ ചേർത്ത് നിർത്തലിന്റെ നന്മ കാണിച്ചില്ലേ? സ്വന്തം ഭർത്താവ് മരിച്ച ഹിമാൻഷി, അല്ലെങ്കിൽ അവിടെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആദിൽ, ഇവരൊക്കെ നന്മയല്ലേ? പുള്ളിക്ക് 2 മക്കൾ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ മിണ്ടാതെ ആ വഴി പോയി രക്ഷപ്പെടാന്നല്ലല്ലോ പുള്ളി കരുതിയത്. മനുഷ്യന്റെ ഒരു നന്മയുണ്ട്, ശരിയുണ്ട്, നമ്മളതിനെ ദൈവീകത എന്ന് വിളിക്കാം, നന്മ എന്ന് വിളിക്കാം. അപ്പൊ ഈ രീതിയിൽ പുള്ളി, അപ്പൊ എന്നിട്ട് അതിന് മറുപടി ഇല്ല. പുള്ളിക്ക് യാതൊരു മറുപടിയും കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് പുള്ളിയുടെ ഡേറ്റ ഇല്ല, റിസർച്ച് ഇല്ല, സ്വന്തമായിട്ടുള്ള കുറെ ഡയലോഗ് മാത്രമാണ്. ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു മീനിങ് ഇല്ലാത്ത, ലോകത്തിനെ മനസ്സിലാക്കാനും ഉപയോഗിക്കേണ്ട ആധുനികമായ ലോകവീക്ഷണങ്ങളുണ്ട്. ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ്. ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയും, ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയും. അങ്ങയുടെ ഫിലോസഫി അല്ലാതെ ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് ഒരു റിസർച്ച് പറയും. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. അങ്ങയുടെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയും. എനിക്ക് ഈ മേഖലയിലകത്ത് പ്രമാണം ആവശ്യമില്ല, വേറെ റിസർച്ച് ആവശ്യമില്ല. ഞാൻ എന്റേതായ ഡയലോഗ് ഞാൻ ഇങ്ങനെ തള്ളിക്കോളും. വിശ്വാസി, താങ്കൾ അന്ധവിശ്വാസിയാണ്. ലെജിറ്റിമേഷന് വേണ്ടി അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുന്നൊന്നുമല്ല ഡിബേറ്റ്. അതായത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ റിസർച്ച് ഒന്നും വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഡേറ്റ വേണ്ട, എംപിരിക്കൽ സ്റ്റഡി വേണ്ട, പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് വെറും തെള്ളാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയ കുറെ കാര്യങ്ങൾ വായിച്ചു. അതിൽ
വളരെ ശരിയെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളുണ്ട്, വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ തുടങ്ങി. അദ്ദേഹം സ്പേസിനെയും ടൈമിനെയും കുറിച്ച് പറഞ്ഞതൊക്കെ രസകരമായി എനിക്ക് തോന്നി, അത് നമ്മൾ അക്നോളജ് ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഇതാണ് ഈ അന്ധവിശ്വാസി, അത് പുള്ളി അവിശ്വാസിയാണെന്നേ ഉള്ളൂ. സ്വന്തം നിലപാടുകൾക്ക് ഏതെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ, ഡേറ്റ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്വന്തം നിലപാടുകൾക്ക് സാധൂകരണമുണ്ടോ, റിസർച്ച് ഉണ്ടോ, ഗവേഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഞാൻ പറയും അതാണ് സത്യം, ഇത് ആധുനിക മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നാര് പറയും? മൈത്രേയൻ തന്നെ തീരുമാനിക്കുമെന്ന് പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ വെറും തെള്ളാണ് എന്ന് ശ്രീ മൈത്രേയൻ മനസ്സിലാക്കണം. അങ്ങനെ അല്ല വേണ്ടത്. ഇപ്പൊ ഇനി എന്റെ കൺക്ലൂഷൻസ് അല്ല, ഇപ്പൊ എന്റെ റിസർച്ച്, ഞാൻ 1-2 റിസർച്ചുകൾ അവതരിപ്പിച്ചു, അതിനോട് യോജിപ്പില്ലെങ്കിൽ മറ്റൊരു റിസർച്ച് എടുക്കാം, മറ്റൊരു ചിന്താ പദ്ധതി എടുക്കാം. അപ്പോൾ അടിസ്ഥാനപരമായി ഈ തെള്ളിലല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി വേൾഡ്, ഇതെല്ലാം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പഠിക്കാൻ ഒരുപാട് യാർഡ് സ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ അങ്ങ് പറഞ്ഞോളും, അത് ലോകം അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആ അഹങ്കാരം പാടില്ല. ആ അഹങ്കാരം അല്ലെങ്കിൽ സ്നോബറി തുടങ്ങിയ കാര്യങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്, നിങ്ങൾ ഒരു കോപ്പുമല്ല, ഞാൻ യൂഷ്വലി അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ആ രീതിയിൽ പുള്ളി ഹാഷ്മിയെയും ബാക്കിയുള്ളവരെയും എന്നെയും അവിടെ കൂടിയിരിക്കുക, അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചർച്ചകൾക്ക് വരുന്നവരെയും എല്ലാം അദ്ദേഹത്തോട് യോജിക്കാത്തവരെ അപമാനിക്കുമ്പോൾ അങ്ങനെ പറയേ പറ്റൂ. മൈത്രേയൻ സാറിന്റെ ആ തെള്ള്, ഇത് പലതും തെള്ള് മാത്രമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തോടും ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല കാര്യങ്ങൾ എടുക്കേണ്ടത്. ശാസ്ത്രീയമായി കാര്യങ്ങൾ എടുക്കണം, പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കാര്യങ്ങൾ എടുക്കണം. അതൊന്നും ശ്രീ മൈത്രേയൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം ചൂണ്ടിക്കാണിക്കാതെ തരമില്ല. ഇനി അതിനോട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്മതിക്കാം. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കൗണ്ടർ സ്റ്റഡി എടുക്കാം, ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. ഇതൊന്നുമില്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, വേറെ ആർക്കും ലോകത്ത് വിവരമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കോപ്പും അല്ലെന്ന് തിരിച്ചു പറയേണ്ടി വരും.